ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് അൺബോക്സ് ചെയ്യുന്നത് ഒരു കിടിലൻ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. നമ്മൾ വാങ്ങിക്കുന്നത് ആമസോണിൽ നിന്നാണ്. ഇവിടെ ആമസോണിൻ്റെ സ്റ്റിക്കർ ഒന്നും കാണാനില്ല. ഇതാ ആമസോണിൽ നിന്നാണ്. നമുക്ക് എന്തായാലും ഒന്ന് തുറന്നു നോക്കി വെക്കാൻ പെട്ടെന്ന് തന്നെ. ബോക്സ് ഓപ്പൺഡ് ആണോ എന്നറിയില്ല, നമുക്ക് കിട്ടുമ്പോൾ എങ്ങനെയാണ്. ഞാനൊരു റീൽ കണ്ട് വാങ്ങിയതാണ്, പക്ഷെ കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നി. ഇത് ഏതാണ്ട് ഗൂഗിളിൻ്റെ കോപ്പിയാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു ധാരണ. സംഗതി റേറ്റ് ഒന്നുമില്ല, ഒരു 1000 റുപ്പീസിൻ്റെ ഇടയിൽ. കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 600, 700, 800 കുറേ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ട്. ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഐറ്റമാണ്. മോഡൽ നമ്പർ BT2301. അത് ചൈനയാണ് വരുന്നത്, എല്ലാം ചൈന തന്നെയാണ് വരുന്നത്. ഓരോന്നും ഓരോ രീതിയിലായിരിക്കും പേര് വരിക. പിന്നെ ഇതിൽ മൾട്ടി കളറിലാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ തന്നെ വാം കളർ വരുന്നതുണ്ട്, അതുപോലെ വയർലെസ് ചാർജിങ് ഉണ്ടെന്നാണ് പറയണത്. നോക്കി നോക്കാം. നമ്മൾ പിന്നാമ്പുറത്തേക്ക് കൂടിയാണ് കയറിയെന്ന് തോന്നുന്നുണ്ട്. അടിവശമാണ് നമുക്ക് ആദ്യം കാണാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കവറും മുകൾവശവും പ്രൊഡക്റ്റിൻ്റെ അടിവശമാണ് കാണുന്നത് കേട്ടോ. മിക്കവാറും ഏതെങ്കിലും റിട്ടേൺ പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും. എഡന്നോ അപ്പോൾ അതെ, ഇതാണ് സംഗതി. ഇതിൻ്റെ കേബിൾ ഇതിൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ. ഒരു കേബിള് ചെറുത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് സാധനം. നമുക്കിനി കവറും കാര്യങ്ങളും മാറ്റി വയ്ക്കാം. ഓഹോ. അപ്പോൾ ടോട്ടൽ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഓവറോൾ വ്യൂ വരണേ. ബാക്കിൽ USB ഓക്സ്, TF കാർഡ്, DC 5 വോൾട്ട്, ബ്ലൂടൂത്ത് ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. നോക്കി നോക്കാം. ഇനി ഓണാക്കി നോക്കാം. ഇതാണ് ഇതിൻ്റെ ഓണം തോന്നുന്നുണ്ട്. നമുക്ക് പിടിച്ച് നോക്കാം. ആയിക്കോട്ടെ, ബ്ലൂടൂത്ത് മോഡിലാണ് നിൽക്കണേ. ഇനി ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നോക്കാം. ബ്ലൂടൂത്തിൽ നമ്മുടെ ഹെഡ്ഫോണിൻ്റെ പേരനെ വന്നിട്ടുള്ളൂ, വേറെ ഒന്നും വന്നിട്ടില്ല. ഒരു BT2301 ഇതന്നെയാന്ന് തോന്നുന്നുണ്ട് പേർ. ഓക്കെ, പേരായിട്ടുണ്ട്. അപ്പോൾ ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫോണിൽ നമ്മളൊരു NCS പ്ലേ ചെയ്യാണ്. ഈ വോളിയം അടുത്തത് അവിടെ നിന്ന് പ്ലേ ആവുന്നു കേട്ടോ. FM ബ്ലൂടൂത്ത് ഓട്ടോമാറ്റിക് കണക്ട് ആവുണ്ടോ നോക്കാം. കണക്ട് ആയിട്ടുണ്ട്. പോസ് ഇവിടെ പ്ലെയിൻ വർക്ക് ചെയ്യുന്നത്. ഇനി വോളിയം മാക്സ് ആണെന്ന് തോന്നുന്നു. അമർത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ വോളിയം എവിടെയും കുറയും. അപ്പോൾ വോളിയത്തിന്റെ 2 നോക്കിയാണ്. ബസ്സൊക്കെ പുറത്ത് കൊണ്ടിട്ട് കാര്യമൊക്കെ ഉണ്ടാ. റോഡ് സൈഡാണ് വീട്. അതിൻ്റെ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് റൂം ഒന്ന് ഡാർക്ക് ആക്കട്ടെ. LED ഇപ്പോൾ കറക്റ്റ് കുറച്ചുകൂടി വിസിബിൾ ആയിരിക്കുന്നുണ്ടാവും. ഇത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, കുറച്ചുകൂടി എന്താ പറയുക, നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട്. എൻ്റെ ഈ LEDക്ക് എന്നെ കൊടുക്കണം പൈസ. ബാക്കി ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നോർമൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ സൗണ്ട് തന്നെയാണ്. ജസ്റ്റ് ഇത് ഈ കാണുന്നത് ഒരു കൂടി വന്നൊരു 3 ഇഞ്ച് ഉണ്ടാവില്ല, ഒരു 2 ഇഞ്ചിൻ്റെ സ്പീക്കർ ആയിരിക്കും ഉണ്ടാവുക. ഇനി ബാക്കിൽ സ്പീക്കർ ഉണ്ടോ? ബാക്കിൽ ഗ്യാപ്പ് മാത്രമല്ല ഒന്നുകൊണ്ട്. സ്പീക്കർ ഒരു സൈഡിൽ തന്നെയുള്ളൂ, ബാക്കിൽ ഈ ഹോള് മാത്രമല്ലോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കാം. ഒരൊറ്റ സ്പീക്കറെ കാണുന്നുള്ളൂ, നിങ്ങൾക്ക് കാണാണ്ടോന്ന് അറിയില്ല. അപ്പം ഇതാണ്. ഇത് തുറന്ന് പൊളിക്കാൻ നിൽക്കണില്ല, നമ്മളൊരു ഷോയ്ക്ക് വയ്ക്കാന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. വേറെ മോഡുണ്ടോ നോക്കട്ടെ. ഇടിമിന്നലൊക്കെ ഉണ്ട്, ഓടിക്കളിക്കണ ലൈറ്റ്. പിന്നെ
കുറെ അത്യാവശ്യത്തിനധികം മോഡുണ്ട് കേട്ടോ. അയ്യവ ചുവപ്പാണ് അടുത്തത്. അല്ല വൈലറ്റ്. ചുമലുണ്ടോ? ചുമല കാണാനില്ല. പിക്സലിൻ്റെ വില കേട്ടോ, അത്രേ പറയുള്ളൂ. പിന്നെ ഇവിടെ ചാർജിങ് ഓണിങ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ കയ്യിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യണ ഫോൺ തൽക്കാലത്തിന് ഇല്ല, അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല. കൂടുതലൊന്നും പ്രതീക്ഷിക്കാനൊന്നുമില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ ഇതിനും സപ്പോർട്ട് ചെയ്യാം, അതായത് ഈ ബാറ്ററി സപ്പോർട്ട് ചെയ്യണല്ലോ. ഇതിൻ്റെ ബ്ലൂടൂത്തും താങ്ങണ ബാറ്ററി തന്നെ ഉണ്ടാവുള്ളൂ. ഒരു പവർ ബാങ്ക് പോലെ വർക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. ഓക്സിലറി ഇൻപുട്ട് ഡി സി ഇന്നിൽ 5 വോൾട്ടാണ് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുക, ഇത് ചാർജ് ചെയ്യാൻ. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ, ജസ്റ്റ് റഫായിട്ട് പറഞ്ഞു പോകണല്ലോ. ബാറ്ററി ബാക്ക് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല, ഞാനിപ്പോൾ അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. ഇനി അത്യാവശ്യം മോഡുകളുണ്ട് കേട്ടോ ലൈറ്റിന്. ചുമല വന്നു. ചുമല നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഓറഞ്ചായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ ചോരയുടെ റെഡ് എന്ന് പറയാം, സഖാവിൻ്റെ റെഡ് എന്ന് പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം. ഇനിയിപ്പോൾ LDF മാത്രമല്ല UDF ഉണ്ട്. അപ്പോൾ 2 ആൾക്കാരും ഒക്കെയാണ്. ദൈവമേ, കറക്റ്റ് അടുത്തത് എത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണെങ്കിൽ ഓറഞ്ച് ഉണ്ടാവുമല്ലോ. ഇല്ല, ഓറഞ്ച് കാണുന്നില്ല. വെള്ളയുണ്ട് കേട്ടോ. വെള്ള അത്യാവശ്യം നല്ലൊരു അടിപൊളിയുണ്ട്. ഓറഞ്ചും വന്നു. അപ്പോൾ ഓറഞ്ചുണ്ട്, പച്ചയുണ്ട്, ചുവപ്പുണ്ട്, നീലയുണ്ട്, വെള്ള ഒരെണ്ണം അൺഒഫീഷ്യലായിട്ട് ആരും ഉണ്ട്. എല്ലാവരും എത്തി. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. എല്ലാം ഏറെക്കുറെ ഈ ഷേപ്പ് കാണുന്ന എല്ലാം ഒരേപോലെ തന്നെയാണ്, റേറ്റ് മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഉള്ളിലെല്ലാം ചൈന സാധനങ്ങൾ തന്നെയാണ് വരിക. അപ്പോൾ എന്താ പറയുക, ജസ്റ്റ് റഫായിട്ടൊരു വീഡിയോ ഇട്ടതാണ്. ഇവിടെ ഒരു സൈഡിലൊരു മൂലക്കൊരു ഡെക്കറേറ്റീവ് ഐറ്റം പോലെ വയ്ക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു എസ്തറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയും. ബാക്കി നിങ്ങൾ, അതായത് നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ. അപ്പോൾ നിങ്ങളുടെ റിവ്യൂവും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് നമുക്ക് അടുത്ത വീഡിയോ ഇടുമ്പോൾ കുറച്ചുകൂടി ബെറ്ററാക്കി കൊണ്ടുവരാൻ പറ്റണം. അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ മറ്റെന്താ പറയുക അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ വോയിസിൻ്റെ കേസ്, വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ അതേ വണ്ടി പോകണ വോയിസൊക്കെ 3D ആയിട്ട് കേൾക്കാൻ പറ്റണം. മൈക്ക് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നമുക്കതൊക്കെ സെറ്റ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ വീഡിയോയിൽ വേറെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻസ് അറിയണമെങ്കിലോ അല്ലെങ്കിൽ എന്താ പറയുക ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിലോ ജസ്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ സ്പീക്കർ റിലേറ്റഡ് ഐറ്റംസ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് കേട്ടോ. സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. വിളിച്ചാൽ ചിലപ്പോഴേ കിട്ടുള്ളൂ. നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. നമ്മുടെ ഉള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണോ വേണ്ടത് അത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിച്ച് തരാനൊക്കെ മാക്സിമം നോക്കും. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. യൂട്യൂബിൽ നിന്ന് കോഡുകൾ പ്രതീക്ഷിച്ചിട്ട് തുടങ്ങിയതെന്ന് പറയാൻ പറ്റില്ല, കാരണം 100 സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബേഴ്സും ഓരോ ക്ലിക്ക് ബൈറ്റും തൽക്കാലം ഇപ്പോൾ നമുക്ക് ഭയങ്കര അത്യാവശ്യമുള്ള കേസാണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. നമ്മൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എത്തിക്കണു എന്നാണ് എൻ്റെ വിചാരം. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഇത് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ പേജ് ഉണ്ട്, യൂട്യൂബിലുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നത് യൂട്യൂബിലാവും നിങ്ങൾ മിക്കവാറും ഇത് കണ്ടുണ്ടാവുക. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറയണതിനനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മാക്സിമം എത്തിക്കാൻ നോക്കാം. അപ്പോൾ ബൈ.